തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തമുണ്ടായി. 600-ലധികം ബൈക്കുകൾ കത്തിനശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. റെയിൽവേ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, കൂടുതൽ ബൈക്കുകൾ കത്തിനശിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? ഗുഡ് മോർണിംഗ്. അറുന്നൂറിലധികം ബൈക്കുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് ഫയർഫോഴ്സ് കടന്നിരിക്കുകയാണ്. സമീപ നാളുകളിൽ തൃശൂർ കണ്ടതിൽ വെച്ച് തൃശൂരിനെ ഭീതിപ്പെടുത്തുന്ന അത്രമാത്രം വലിയ തീപിടുത്തമാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. 600-ലധികം ബൈക്കുകൾ ഇതിനോടകം കത്തി നശിച്ചു. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഈ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന റെയിൽവേയുടെ വാഹനമുണ്ട്, ഈ റെയിൽവേ എഞ്ചിനുണ്ട്. ആ എഞ്ചിനടക്കം തീ പിടിച്ചിട്ടുണ്ട്. അതിലേക്കടക്കം ഈ തീ പടർന്നു പിടിച്ചു. അതിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് റെയിൽവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ഇരുമ്പ് മേൽക്കൂര ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ സൈഡിൽ വരുന്ന ഭാഗത്ത്, അതായത് വെന്റിലേഷൻ പോലെ വരുന്ന ഭാഗങ്ങളിലൂടെ മാത്രമാണ് ഈ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന. അങ്ങനെ പമ്പ് ചെയ്ത് തുടർച്ചയായി പമ്പ് ചെയ്ത് തീ കെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് അധികൃതർ നടത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണാം എസ്കേൻ. അതായത് എത്രമാത്രം ദുഷ്കരമാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം ഇതിന്റെ നടുഭാഗത്തേക്ക് ഒരു കാരണവശാലും വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തീ വീണ്ടും കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ തീ കെടുത്തിയാലും ഇതിന്റെ നടുഭാഗത്ത് തീ അണയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഒരു വശത്ത് അടച്ചു വരുമ്പോഴേക്കും വീണ്ടും തീ അവിടെ നിന്ന് പടർന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതത്തിലടക്കം നിൽക്കുന്ന യാത്രക്കാരെ അടക്കം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗതത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം റെയിൽവേ ഉദ്യോഗസ്ഥർ ചേരുകയാണ്. സാറേ, എന്താ സംഭവിച്ചത്? ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പരിഹരിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് കരുതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ പിന്നെ അന്വേഷണത്തിന് ശേഷം പറയാം. ഇപ്പോൾ എത്ര ബൈക്ക് ഉണ്ടായിരുന്നു ഇവിടെ? ജസ്റ്റ് എനിക്ക് അറിയത്തില്ല. അതാണ്, അതായത് റെയിൽവേ അടക്കം ഇതിലൊരു പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഈ കൂടുതൽ വാഹനങ്ങൾ എങ്ങനെയെങ്കിലും, അതായത് ഇതിനകത്ത് പെട്ടുപോയ വാഹനങ്ങൾ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ടാകും. തൃശ്ശൂരിലെ റെയിൽവേ പാർക്കിങ്ങിൽ വൻ തീപിടുത്തമുണ്ടായി. 600-ലധികം ബൈക്കുകൾ കത്തിനശിച്ചു എന്നാണ് വിവരം. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമം അവിടെ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 600-ലധികം ബൈക്കുകൾ ഏകദേശം ഒരു കണക്കിൽ കത്തിനശിച്ചു പോയി എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി. അല്പനിമിഷങ്ങൾക്കകം സൂരജ് സജി നമുക്കൊപ്പം ചേരും. കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ വിശദമായ റിപ്പോർട്ടുകളുമായി സൂരജ് സജി നമുക്കൊപ്പം ചേരും. എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ തീപിടുത്തത്തിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനും തീപിടിച്ചു എന്ന വാർത്ത തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇത്രയധികം ബൈക്കുകൾ കത്തി നശിച്ചു. എന്തുകൊണ്ടാണ് തീപിടിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. വീണ്ടും സൂരജ് സജി ചേരുകയാണ് നമുക്കപ്പം. സൂരജ്, ശരിക്കും ഏകദേശം തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എസ്കേൻ, ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല എസ്കേൻ. അത് ഇതിന്റെ ഈ വെന്റിലേഷൻ വരുന്ന ഭാഗങ്ങളിലുള്ള വാഹനങ്ങൾ പിടിച്ച തീ മാത്രമാണ് അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഭൂരിഭാഗം വരുന്ന വാഹനങ്ങളും ഈ ഷെഡിന് നടുവിലാണുള്ളത്. അതിപ്പോഴും ഈ ആളിക്കത്തുകയാണ്. ഈ ഷെഡ് നടുവിലേക്ക്, അതായത് ഈ ചൂട് കൂടി ഈ മേൽക്കൂര അടക്കം ഈ ചൂട് തട്ടി പഴുത്ത് ആ ഷീറ്റ് താഴേക്ക് ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഷീറ്റിന് മുകളിൽ, ഈ വാഹനങ്ങൾക്ക് മുകളിൽ ഈ ഷീറ്റും പതിച്ചിരിക്കുകയാണ്. വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്തുകൊണ്ട് ഇത് അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്ന്, അതായത് ഷെഡ് പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം സമീപത്ത് ഒരു മരമുണ്ട്, ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട് ഈ ഷെഡിന് സമീപത്ത്. ആ വൃക്ഷത്തിലേക്കടക്കം ഈ തീ പടർന്നു പിടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മരം കടപുഴകി വീഴുന്നതിന്, അതായത് കരിഞ്ഞു വീഴുന്നതിന്, കത്തി വീഴുന്നതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കുന്നതിനും ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം ശ്രമിക്കുന്നുണ്ട്. അപകടം മുൻനിർത്തിക്കൊണ്ട് അതിലൂടെയുള്ള ഗതാഗതം അടക്കം നിയന്ത്രിച്ചിട്ടുണ്ട്. ആളുകളോട് അതിലൂടെ പോകരുത്, വാഹനം ഓടിക്കരുത് എന്നടക്കമുള്ള കർശനമായ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി
ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്ന സ്കെൻ ദാ ഈ ഷെഡിനകത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കയറാൻ കഴിയുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ദാ നമുക്ക് കാണാം, ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ദാ ഷെഡിനകത്തേക്ക് ചെറിയ തോതിൽ ഉദ്യോഗസ്ഥർ കയറി തുടങ്ങിയിരിക്കുന്നു. അതായത് ഇത് ഷെഡിനകത്തേക്ക് കയറി വെള്ളം പമ്പ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിനകത്ത് അതായത് തീ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പശ്ചാത്തലത്തിൽ ഈ തീ ആളിക്കത്തുന്നതിനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് അകത്തേക്ക്, അതായത് ഈ ബൈക്ക് ഷെഡിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിനകത്തേക്ക് കയറി തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുക, അതിലൂടെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക. അതായത് ഇപ്പോൾ ഇതിന്റെ നടുഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ അടക്കം, അതായത് ഇപ്പോഴും തീ ആളിക്കത്തുന്ന മേഖലകളിലടക്കം ഈ വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്തുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് നാട്ടുകാരുണ്ട്, പ്രദേശവാസികളുണ്ട്, അവരെല്ലാവരും, അതായത് ആദ്യഘട്ടത്തിൽ ഇവരുടെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്. ഈ ബൈക്ക് ജീവനക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് ഈ ഫയർഫോഴ്സിനെയും റെയിൽവേയുടെ ജീവനക്കാരെയും ഒക്കെ വിവരം അറിയിക്കുന്നു. പക്ഷേ അതിനുള്ളിൽ തന്നെ ഞൊടിയിടയിൽ ഈ തീ പടർന്നു പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തീ പടർന്നു പിടിച്ചു എന്നുള്ളതാണ്. ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം ഉണ്ടായി എന്നാണ് വിവരം. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പിടിച്ചത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അവർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോഴും തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 600-ലധികം ബൈക്കുകൾ കത്തി നശിച്ചുപോയി. അതുപോലെ റെയിൽവേ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനും തീപിടിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. അല്പസമയത്തിനകം വീണ്ടും സൂരജ് സജി നമുക്കൊപ്പം ചേരും. സൂരജ്, കൂടുതൽ ഫയർ എഞ്ചിൻ വന്ന് തീ അണയ്ക്കാൻ അവർ ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയോ? കൂടുതൽ ഫയർ എഞ്ചിൻ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു ദൃക്സാക്ഷി കൂടി ചേരുകയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചത്? എന്താ ഇവിടുന്ന് രണ്ടാമത്തെ 2 വണ്ടിയാണ് ആദ്യം തീ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും ഫയർ എക്സിക്യൂഷനോ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിടത്താവുന്ന കാര്യം ഉണ്ടായുള്ളൂ. ഇത് ശരിക്കും റെയിൽവേയുടെ പാർക്കിങ്ങിൻ്റെ അനാസ്ഥ തന്നെയാണ്. ഇവിടുന്ന് 2 വണ്ടി തീ പിടിച്ചു. ഇവിടെ പോയി ഫയർ സ്റ്റേഷനിൽ ഫയർ വരുന്നതിന് മുമ്പേ സ്വാഭാവികമായിട്ട് പെട്രോൾ വണ്ടിയാണ്. എല്ലാ വണ്ടികളും പെട്ടെന്ന് തീ പിടിച്ച് ബൈക്കല്ലേ, ആ പെട്രോൾ പെട്ടെന്ന് തീ പിടിച്ച് കയറുമായിരുന്നു. ഇതിരിക്കുന്ന ഏകദേശം 100-300 വണ്ടി എല്ലാം കത്തിച്ചാമ്പലായിട്ടുണ്ട്. ഫയറിനെ അറിയിക്കുകയും ചെയ്തു. അവരൊന്നും അവരുടെ ഭാഗം നോക്കി. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും കടത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 2 വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ തീ പിടിച്ചത്. അതാ കാണുന്ന പോസ്റ്റിൻ്റെ അവിടെ 2 വാഹനങ്ങൾ, 2 ബൈക്ക് തീ പിടിച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലേക്കും ബൈക്ക് കൂടി അങ്ങനെ തീ പിടിച്ച് കയറുമായിരുന്നു. ആ 2 ബൈക്കിന് ഒരു ബൈക്കിനെ തീ പിടിച്ചത്, രണ്ടാമത്തേക്ക് പാർന്നു. ആ സമയത്തെങ്കിലും ഇത് കെടുത്താനുള്ള എന്തെങ്കിലും ഫയർ എക്സിക്യൂഷൻ ഒരു കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം പൂർണ്ണമായിട്ട് ഇവിടുത്തെ ഇല്ല. ഞാൻ എൻ്റെ ഇതിൽ ബൈക്ക് വെച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴാണ് ഈ തീ കാണുന്നത്. ഈ ഒരു അപ്പം തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. ഇവിടെ തന്നെയാണ് ചേട്ടൻ ബൈക്ക് വെച്ചിരുന്നത്? എൻ്റെ ബൈക്ക് വെച്ച് ബാക്കിലാണ് വെച്ചിരുന്നത്. ഇതും കത്തിയിട്ടുണ്ടോ? കാരണം എല്ലാ വണ്ടികളും കത്തിക്കാൻ ആവാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും എസ് നമ്മളോടൊപ്പം ചേർന്നത് ഇപ്പൊ ഇവിടെ ബൈക്ക് വെച്ച് മടങ്ങിയ ഒരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ വാഹനം അടക്കം ഇവിടെ വച്ചതിന് ശേഷം അദ്ദേഹം ടിക്കറ്റ് എടുത്ത് എങ്ങോട്ട് പോകാനായിരുന്നു കേട്ടോ? എറണാകുളം പോകുന്നതിന് വേണ്ടിയിട്ട്. പേരെങ്ങനെ? സുനിൽ എന്ന് പറയുന്ന ആൾ എറണാകുളം പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് ബൈക്കൊക്കെ വെച്ച് ടിക്കറ്റ് എടുത്ത് അദ്ദേഹവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചതാണ്. അതിനുശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ സുനിൽ അദ്ദേഹം ഈ ബൈക്ക് വെച്ച് അങ്ങോട്ട് കയറുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ബൈക്കിൽ നിന്ന് തീപിടുത്തം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്താണ് ആദ്യം തീപിടുത്തം ഉണ്ടായെന്നുള്ളതാണ് ഈ യാത്രക്കാരൻ പറയുന്നത്. അവിടെ ഒരു ബൈക്കിന് തീ പിടിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബൈക്കിന് തീ പിടിക്കുമ്പോഴേക്കും ജീവനക്കാർ ഈ വിവരം ഫയർഫോഴ്സിന് കൈമാറിയിരുന്നു. പക്ഷേ പ്രാഥമികമായി ഇവിടെ തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാരടക്കം പറയുന്നത്. പിന്നീട് സ്വാഭാവികമായും ബൈക്കാണ്, പെട്രോളാണ്, ഇന്ധന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉടനെ മറ്റു വാഹനങ്ങളിലേക്ക് കൂടി തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഈ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വലിയ രീതിയിൽ തീ ആളിക്കത്തി. അതോടുകൂടി അവർക്കും ഈ തീ നിയന്ത്രിക്കുന്നതിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഈ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന റെയിൽവേയുടെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക വെഹിക്കിൾ, എഞ്ചിൻ ഘടിപ്പിച്ച പ്രത്യേക വെഹിക്കിൾ, ആ വാഹനത്തിനാണ്, റെയിൽവേയുടെ ആ എഞ്ചിനാണ്
തീപിടുത്തത്തിൽ ആ എഞ്ചിനും തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ ഷെഡിനോട് ചേർന്ന് തന്നെയാണ് പാർക്ക് ചെയ്തിരുന്ന. അങ്ങോട്ടേക്ക് തീ ആളിക്കത്തിയാണ് ആ എഞ്ചിനും ചെറിയ രീതിയിൽ തീ പിടിച്ചിരിക്കുന്നു. പക്ഷേ എഞ്ചിന്റെ തീയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തുന്ന സമയത്ത് തന്നെ വെള്ളം പമ്പ് ചെയ്ത് ആ മേഖലയിൽ തീ അടക്കം കെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ കൂടുതൽ അകത്തേക്ക് കയറിയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ഫയർഫോഴ്സ് കടന്നിരിക്കുന്നത്. അതായത് ഈ ഷെഡിന്റെ ഷീറ്റുകൾ ഇളക്കി മാറ്റിക്കൊണ്ട് അതിനകത്തേക്ക് കയറി വെള്ളം പമ്പ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ബൈക്കുകളാണ്, ഇന്ധനം നിറഞ്ഞ ബൈക്കുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീ തുടരെ പിടിക്കുന്ന സമയത്ത് ആളി കത്തുകയാണ്. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ സീറ്റുകളെല്ലാം തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ചാൽ പോലും വീണ്ടും കത്തുന്ന ഒരു നിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ അതായത് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സ് അധികൃതർ നടത്തുന്നത്. ആ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. തുടർച്ചയായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കുന്നു, തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നു. കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് പ്രത്യേകിച്ച് ഇതിന് പുറകുവശത്തേക്ക് കടകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പടർന്നു പിടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു തീഗോളമായി തന്നെ മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടുനിന്ന നാട്ടുകാർ അടക്കം പറയുന്നത്. അത്രമാത്രം പുകയും തീയുമായാണ് ഇത് ഉയർന്നു കത്തിയത്. അങ്ങനെ ഉയർന്നു കത്തുന്ന സമയത്താണ് സമീപത്തെ ട്രാക്കിൽ, അതായത് രണ്ടാമത്തെ ട്രാക്കല്ല, നാലാമത്തെ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഈ ട്രെയിനിനാണ് അതായത് തീ ആളിക്കത്തുന്നതിനിടയിൽ ആ ട്രെയിനിലേക്ക് വരെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. എഞ്ചിനിലേക്ക് ഇത് പടർന്നു പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനിലേക്കടക്കം തീ പടർന്നു പിടിക്കുന്ന ഒരു നിലയുണ്ടായത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചും ഒക്കെ വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ തീ അത്രമാത്രം ആളിക്കത്തൊന്നുണ്ടായിരുന്നു. റെയിൽവേ അധികൃതരാകട്ടെ പോലീസ് ആകട്ടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എല്ലാം, അതായത് ഇപ്പോൾ നിലവിൽ ഈ ഇരുമ്പ് ഫ്രെയിമുകൾ ഒഴികെ എല്ലാം കത്തി നശിച്ചിരിക്കുന്നത്. വെള്ളം പമ്പ് ചെയ്ത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് വന്നാൽ കാണാം, ഈ ബൈക്കിന്റെ ഇരുമ്പ് ഫ്രെയിമുകൾ മാത്രമാണുള്ളത്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കണ്ടോ, ഈ ഇരുമ്പ് ഫ്രെയിമുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെയെല്ലാം ഈ വാഹനത്തിന്റെ സീറ്റുകൾ ഉൾപ്പെടെ ഈ തുടർച്ചയായി ഇങ്ങനെ ഈ പുകഞ്ഞ് കത്തുന്നതാണ് ഇവിടെ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. അതായത് നമ്മളോട് ഇപ്പോൾ ഈ സുനിൽ എന്ന് പറയുന്ന യാത്രക്കാരൻ പറയുന്ന അനുസരിച്ച് ഈ മേഖലയിൽ ആ പോസ്റ്റ് ഇരിക്കുന്ന ആ മേഖലയിലെ ബൈക്കുകൾക്കാണ് ആദ്യഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. തീ പിടിക്കുന്ന അവിടെ ഇരുന്ന ഒരു ബൈക്കിന് തീ പിടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ബൈക്കിന് കൂടി തീ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായ നാട്ടുകാരൻ പറയുന്നത്. അങ്ങനെ 2 ബൈക്കിന് തീ പിടിക്കുന്നു. ആ തീ പിടിക്കുന്ന സമയത്ത് തന്നെ ഈ ജീവനക്കാർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുമ്പോഴേക്കും കൂടുതൽ ബൈക്കുകളിലേക്ക് ഈ തീ പടർന്നു പിടിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു തീഗോളമായി മാറുന്ന നിലയായിരുന്നു. വലിയ രീതിയിൽ മണിക്കൂറുകളോളമായി തൃശ്ശൂർ ഒരു ആശങ്കയുടെ നിഴലിൽ എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ റെയിൽവേ അധികൃതരാകട്ടെ ഈ ഏരിയ മുഴുവൻ അതായത് സീൽ ചെയ്ത് റിപ്പോർട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമായിരിക്കും. എന്നാൽ ഈ ബൈക്കുകളായതുകൊണ്ട് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് സുരക്ഷ ഒരല്പം അകലം പാലിക്കൂ. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി അകലം പാലിച്ച് റിപ്പോർട്ട് ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.